അപ്പോ ജാതക പരിശോധനയാണ് ഒരു വിവാഹത്തിന് വേണ്ടി ഒരു സ്ത്രീ പുരുഷന്മാരുടെ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ജാതകം കോമൺ ആയിട്ടൊന്ന് പരിശോധിക്കുക. മെയിനായിട്ട് ആയുസ്സുണ്ടോ, ഈ ജാതകത്തിലെ സ്ത്രീക്കും പുരുഷനും ആയുസ് എങ്ങനെയാണ്, ദീർഘായുസാണോ അല്പായുസാണോ മധ്യമായുസാണോ എന്ന് നമ്മൾ അത് കണ്ടുപിടിക്കണം. ദീർഘായുസുള്ള ഒരു സ്ത്രീയെ മധ്യമ ആയുസുള്ള ഒരു പുരുഷനായിട്ട് ചേർക്കാൻ പാടില്ല. അപ്പൊ അവരോട് പറയാ ഇങ്ങനെയാണ് ഇതിനകത്ത് ആയുസ് കുറവാണ്, അപ്പൊ അത് വേറെ നോക്കുന്ന ഏറ്റവും ബുദ്ധി എന്ന് പറയാം. അപ്പൊ അവര് പറയണം അത് സാരമില്ല, ഇന്നത്തെ കാലത്തൊക്കെ എങ്ങനെയായാലും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ നമ്മളത് അവരോട് പറയണം, കണ്ട കാര്യം നമ്മൾ പറഞ്ഞേ പറ്റും. അത് പറയണം. അപ്പൊ ആയുസ് ഉണ്ട്, ദീർഘായുസുണ്ട്, 2 ദീർഘായുസുണ്ട്, കൊള്ളാം. അത് കഴിഞ്ഞാൽ സന്താന യോഗം ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഇതിന്റെ 5-ാം ഭാവം, ഈ സ്ത്രീയുടെ 5-ാം ഭാവം എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. സന്താന യോഗമുണ്ടോ, സന്താന കാരകനായിട്ടോ വ്യാഴത്തിന്റെ ദൃഷ്ടി അങ്ങോട്ടുണ്ടോ, എങ്ങനെയാണ് ഈ സന്താന യോഗമുള്ള 5-ാം ഭാവാധിപനും വ്യാഴവും സന്താന കാരകനും തമ്മിൽ എന്താ ബന്ധുക്കളാണോ, എങ്ങനെ ഇവരുടെ നിപ്പ്, അത് ഇഷ്ടസ്ഥാനങ്ങളിലാണോ നിൽക്കണേ, ഇങ്ങനെയൊക്കെ നോക്കി സന്താനം ഈ കുട്ടിക്ക് ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റും. അത് ശരിയായിരിക്കും ചെയ്യും. ഇനി പുരുഷന്റെ സന്താനം നോക്കണം, സന്താന യോഗം അത് 5 വച്ചല്ല നോക്കണ്ടേ. സാധാരണ ആൾക്കാർ 5 വെച്ച് നോക്കും, 5 വച്ചല്ല നോക്കണ്ടേ. ഇതിന്റെ ഭാവാൽഭാവ ചിന്തനം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് പുരുഷന്റെ 7 ഭാര്യ, അതിനകത്ത് അതിന്റെ 5 ആണ് നോക്കേണ്ടത്. അപ്പൊ പുരുഷന്റെ 7 എടുത്തിട്ട് അതിന്റെ 5 നോക്കണം. കാരണം പുരുഷന് എവിടെ വേണമെങ്കിലും സന്താനം ഉണ്ടാവും. അപ്പൊ ഈ സ്ത്രീയിൽ അവന്റെ ഭാര്യയിൽ സന്താനം ഉണ്ടാവുമെന്നാണ് നമ്മൾ നോക്കുന്നത് ആ ജാതകം വെച്ച്. അപ്പൊ അതിനകത്ത് അവന് സന്താന യോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സന്താന യോഗം ഓക്കെ. സന്താന യോഗം ഇല്ലാത്ത ഒരു പുരുഷനെ കൊണ്ട് ഒരു സന്താന യോഗം ഉള്ള ഒരു സ്ത്രീക്ക് നമ്മൾ അത് എടുത്തു കൊടുക്കാൻ പാടില്ല. അവരോട് പറയണം ഇതിങ്ങനെയാണ് സംഭവം, അത് ശരിയാവില്ല എന്ന് പറയണം. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ വന്ന് ഒരുപാട് കേസ് അങ്ങനെയുണ്ട്. അപ്പൊ അവർ പറഞ്ഞു അത് സാരമില്ല, ഇപ്പൊ ഒരുപാട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ സന്താനം ഉണ്ടാവാൻ, അത് സാരമില്ല അല്ലാണ്ടൊക്കെ ചെയ്യുമെന്ന് നോക്കൂ എന്നാണ് പറയുന്നത്. അത്രയും ആൾക്കാര് അതപ്പൊരിച്ചു പോയി എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അത് എടുത്തു കൊടുക്കും. കാരണം നമ്മൾ എടുത്തു കൊടുക്കില്ല, പറ്റില്ല പറഞ്ഞാൽ അവര് വേറെ സ്ഥലത്ത് പോയി എടുക്കും. അതാണ്. അപ്പൊ അതങ്ങനെ. പിന്നെ 7-ാം ഭാവം എങ്ങനെയാണ്, 8-ാം ഭാവം എങ്ങനെയാണ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള. 7 എന്ന് പറഞ്ഞ വിവാഹം, 8 എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ആയുസാണ്, ഭർത്താവിന്റെ ആയുസാണ് സ്ത്രീ ജാതകത്തിലെ 8-ാം ഭാവം. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാന്ന് നോക്കണം. അപ്പൊ സ്ത്രീയുടെ ജാതകത്തില് 7-ാം ഭാവാധിപൻ 8-ല് 8-ാം ഭാവാധിപനോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ദീർഘസുമംഗലി യോഗ, പുത്ര പൗത്രാദികള്, പുത്രനുണ്ടാവും, അവന്റെ പുത്രനുണ്ടാവും, സുഖസമൃദ്ധിയായിട്ട് അവർ ജീവിക്കാനുള്ള ദീർഘസുമംഗലി യോഗം. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ ഭർത്താവ് ഇരിക്കുമ്പോ തന്നെ അവര് മരിക്കും, സുമംഗലി ആയിട്ട് തന്നെ അവര് മരിക്കും. അതാണ് ദീർഘസുമംഗലി യോഗം. അത് പെട്ടെന്നൊന്നും ആയിരിക്കില്ല, നല്ല വയസ്സായിട്ട് തന്നെ മരിക്കുള്ളൂ. അത് അവർക്ക് പുത്രനും പൗത്രനും ഭർത്താവും എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അവര് സ്ത്രീ ആയിരിക്കും. അതാണ് ദീർഘസുമംഗലി യോഗം എന്ന് പറയുന്ന ഒരിത്. പിന്നെ അങ്ങനെയാണ് അതിൻ്റെത്. പിന്നെ ആ ജാതകത്തില് അങ്ങനെ പിന്നെ 5-7 നോക്കണം. ഈ ജാതകത്തിൽ തന്നെ 5ഉം 7ഉം ഒരു സ്ത്രീ ജാതകത്തില് 5-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും എങ്ങനെയാണ്. ഇപ്പോ 5-ാം ഭാവാധിപനും 7-ാം ഭാവം ഒരുമിച്ചാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ 5-ാം ഭാവത്തിന് 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ സ്ത്രീക്ക് ഒരു പ്രണയം ഉണ്ടായി കാണാം. അപ്പൊ നമുക്ക് അനുഭവമാണ്. നമ്മൾ ചോദിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനെ ചൊവ്വ, അതിൽ തന്നെ 7-നും 5-നും തമ്മിൽ ബന്ധവും, ചൊവ്വ വിശേഷ ദൃഷ്ടി 4-ലേക്കും 8-ലേക്കും ഉള്ള വിശേഷ ദൃഷ്ടിയും കൂടി ചന്ദ്രനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരാരും എതിർത്താലും ഇവർ വിവാഹം കഴിക്കും. ഇവർ ചിലപ്പോൾ തന്നെത്താനെ പോയിരുന്നത്. അപ്പൊ അതാണ് ഈ 5ഉം 7ഉം നിർബന്ധമായിട്ട് നോക്കണം. നോക്കിയിട്ട് അവരോട് പറയണം ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് അന്വേഷിച്ചോളൂ എന്ന് പറയാം. അതുപോലെ തന്നെ പുരുഷജാതത്തിലും 5ഉം 7ഉം തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അവന് ഒരു പ്രണയം ഉണ്ടായി കാണും. പിന്നെ ഇയാളുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇയാൾ മദ്യപാനിയാണോ അതാണോ ഇതാണോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ അത്ര വിശദമായിട്ടൊന്നും നോക്കാറില്ല. പിന്നെ നാളെ തന്നെ ഒരു സെമിനാറിൽ പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ ചില ജാതകങ്ങൾ നോക്കുമ്പോ ഈ ജാതകങ്ങൾ തമ്മിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഈ പയ്യന്റെ അച്ഛൻ മരിക്കും, ഇല്ലെങ്കിൽ ഈ സ്ത്രീയുടെ അച്ഛൻ മരിക്കും, ഇങ്ങനെയൊക്കെ കാണും. അപ്പൊ അത് അങ്ങനെ പറയണോ, അങ്ങനെ എന്താ അതിനെ കുറിച്ചെന്ന് പറഞ്ഞപ്പോ അവര് പറയണ എന്താ വെച്ചിട്ടില്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങളോട് വന്ന് ഇത് ഇവര് തമ്മിൽ ചെയ്യുമ്പോ ഇവരുടെ ജീവിതം എങ്ങനെയാവുന്നതാണ്. പിന്നെ അവരുടെ അച്ഛൻ മരിക്കോ
അമ്മ മരിക്കുന്നൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറയണം. അങ്ങനെ ഒരു ഭാഗമുണ്ട്. നേരെ മറിച്ച് ചിലരെ ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചോദിക്കും, ഇത് ആരെ നോക്കിയത്, ഏത് ജോത്സ്യന്റെ അടുത്താ, ഇന്ന സ്ഥലത്ത്. അപ്പൊ അയാൾ കണ്ടില്ലേ ഈ വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിന്റെ ഉള്ളിൽ അമ്മ മരിക്കില്ലേ അച്ഛൻ മരിക്കുന്നൊന്നും പറഞ്ഞില്ലേ? അപ്പൊ അതൊന്നും പറഞ്ഞില്ല. ഇവരൊക്കെ എന്തറിയാം, ഒരു കാര്യമില്ല. നേരെ മറിച്ച് നമ്മളങ്ങനെ മരിക്കുന്നു പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ ഇവരൊട്ട് പറയില്ല, ആരോടും പറയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് അനുഭവങ്ങൾ തന്നെയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. ഏതായാലും ഒരാള് ഇപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മുടെ അടുത്ത് വന്നത് അനുഭവമാണ്. നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ജാതകം ചേരും നോക്കി, ജാതകമൊക്കെ ചേരും ഇല്ലെന്ന് പറയണം. അപ്പൊ എനിക്ക് എന്തോ പെട്ടെന്ന് നമ്മുടെ ഒരു റിലേഷനിലുള്ളതാണ്. ആ പെട്ടെന്ന് തോന്നി ഇതൊന്ന് നോക്കാം. നോക്കി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഈ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഈ പയ്യന്റെ അച്ഛൻ മരിക്കും. ഈ കുട്ടി അവിടെ ചെന്നിട്ട് ഒരു 3 മാസത്തിന്റെ ഉള്ളിലെങ്കിലും ഈ അച്ഛൻ മരിച്ചിരിക്കും. അപ്പൊ അത് നിങ്ങൾ അവരോട് പറയണം, എന്നിട്ട് വിവാഹം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പൊ അവരേതായാലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള പാർട്ടിയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവരാരും. അപ്പൊ അയാൾ എന്ത് വെച്ചാൽ അദ്ദേഹം ഇവിടെ വന്നു, ചെറുക്കന്റെ അച്ഛൻ ഇവിടെ വന്നു. അച്ഛൻ ഇവിടെ വന്ന് ഞാനൊക്കെ ആയിരുന്നു അയാളുടെ അച്ഛനും പിന്നെ ഈ പെണ്ണിന്റെ വല്യച്ഛൻ ഇവരൊക്കെ കൂടി ഇവിടെ വന്നിരുന്നു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല, എനിക്ക് ഒരു അസുഖം വന്നിട്ടില്ല, ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല ഇന്ന് വരെ. എനിക്ക് 57 വയസ്സായി, ഇന്ന് വരെ ഒരു ഇഞ്ചക്ഷൻ വരെ ഞാൻ എടുത്തിട്ടില്ല. എന്റെ വിവാഹം നോക്കിയല്ല കഴിച്ചത്. ഞാനും എന്റെ ഭാര്യയും കൂടി ലവ് മാരേജാണ്. അപ്പൊ എനിക്ക് അതിനകത്തൊന്നും വലിയ വിശ്വാസമില്ല. പിന്നെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നടന്നോട്ടെ, എന്റെ ഇത് നോക്കണ്ടെന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടത് പറഞ്ഞുള്ളൂ. അങ്ങനെ അന്ന് ഈ CD ഇറങ്ങിയിട്ടില്ല, കാസറ്റാണ്. അപ്പൊ 4ന്റെ അന്ന് നമ്മുടെ ഇത് പ്രകാരം ചെറുക്കന്റെ വീട്ടിൽ പോയി 4ന്റെ അന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഒരു പിറ്റേ ദിവസം 4 അപ്പൊ 3ന്റെ അന്ന് രാത്രി ഇവർ ഈ കാസറ്റ് കിട്ടി, കാസറ്റ് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഏതാണ്ട് ഒരു 1-1:30 മണിയായി കാസറ്റ് ഇട്ട് കണ്ട്. അത്രയും നേരമായി കഴിഞ്ഞപ്പോ ഈ അച്ഛൻ, ഈ പയ്യന്റെ അച്ഛൻ പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ തോന്നുന്നു, അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം തരാം, ചൂടുവെള്ളം മതി, ചൂടുവെള്ളം, ചായ എന്താ വേണ്ട, ചൂടുവെള്ളം കൊണ്ടു. ചൂടുവെള്ളം കഴിച്ചു. എന്നിട്ടും രക്ഷയില്ല. ഇതിന് പറഞ്ഞു ഭയങ്കര വേദനയും അതൊക്കെ ആയി, വിശക്കലായി, ആകെ പ്രശ്നമായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തിയുള്ളൂ, അദ്ദേഹം മരിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ അത് സംഭവിച്ചു. പക്ഷെ അവര് അത് പറഞ്ഞു കേട്ടോ, പലരോടും പറഞ്ഞു, ഇതിങ്ങനെ നേരത്തെ പറഞ്ഞു എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് ആരുമില്ല പറഞ്ഞു എന്ന് അവര് പറഞ്ഞു. അങ്ങനെ പറയണവർ വളരെ കുറവുള്ളൂ. അപ്പൊ ആളുകൾ ചോദിച്ചു പെണ്ണ് വന്നതുകൊണ്ട് അപ്പൊ അത് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് അവര് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുള്ളൊരു വിഷയമാണത്. പക്ഷെ ഇതൊന്നും സാധാരണ നോക്കാറില്ല. ഇത് അങ്ങനെ ഉദാഹരണമായിട്ട് ലഗ്നം 5, 7, 9 അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ സ്ത്രീ പുരുഷന്മാരുടെ ജാതകത്തിൽ ലഗ്നാധിപന്മാർ തമ്മിലും 5ാം ഭാവാധിപന്മാർ തമ്മിലും 7ാം ഭാവാധിപന്മാർ തമ്മിലും ബന്ധുക്കളാവണം. ബന്ധുക്കളായി കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഇപ്പൊ 5ാം ഭാവം, പ്രത്യേകിച്ച് 5 എന്ന് വെച്ചാൽ മനസ്സിന്റെ ഭാവം, ഈ മനസ്സിന്റെ അധിപന്മാര് ഒന്നായി കഴിഞ്ഞാൽ, ഈ ബന്ധുക്കളായി കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഈ വഴക്കുണ്ടാവുള്ളൂ. എതിർവായിക്ക് തിരുവായില്ല എന്ന് പറഞ്ഞാൽ അവര് പറയാണ് ഇതാണ് ശരിയാകുന്നത്. ഒരു തമ്മിത്തൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നമ്മള് ഒരു ഗവേഷണ രീതിയിൽ ഒരുപാട് ഈ തമ്മിത്തലും ബഹളമുള്ള ജാതകങ്ങൾ എടുത്ത് കഴിയുമ്പോൾ 5ാം ഭാവാധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ഇവര് തമ്മിൽ തമ്മിത്തലും ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലഗ്നം 5, 7, 9 അങ്ങനെ ശ്രദ്ധിച്ച് വേണം വിവാഹത്തിന് ഇരിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വിവാഹം ഒരാള് ഇവിടെ വരികയായിരുന്നു പൊരുത്തം നോക്കാനായിട്ട്. ഇവിടുന്ന് കാനഡിയിലുള്ള ഒരാളാ. അപ്പൊ അയാൾ വരുമ്പോ ഒരു ആള് വഴിയിൽ വെച്ച് കണ്ടു. എവിടെ പോകണം, ഇതിന്റെ അടുത്ത് ആരെ കാണാനാ? ഞാൻ ചോദിച്ചു, എന്റെ നിങ്ങൾക്ക് വല്ല പണിയുണ്ടോ? അയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അച്ഛൻ മരിക്കോ, അമ്മ മരിക്കോ, പിള്ളേരുണ്ടാവും, എന്തൊക്കെ നോക്കണം, നിങ്ങൾക്ക് വല്ല പണിയുണ്ടാവും, വേറെ ഒരിടത്തും കൊണ്ട് നോക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞു എനിക്ക് ഇതൊക്കെ അറിയണം, അതുകൊണ്ട് ഞാൻ അവിടെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണ പണി അത് വളരെ ഇതായിട്ട് ഇതാണ് വിവാഹ പൊരുത്തം, ഈ ജാതക പരിശോധനയുടെ കാര്യങ്ങളുടെ കാര്യം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ അടുത്തതിൽ നമ്മള് പാപസാമ്യ ചിന്തയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമസ്തേ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മുഴുവനായിട്ട് കാണാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമുക്ക് കമന്റ് ചെയ്യാനും അതുപോലെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.